ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് പങ്കിടുവാനുള്ളത് ഇന്ന് വചനമൊന്നുമല്ല, എൻ്റെ ഒരു ടെസ്റ്റ് മണിയാണ്, എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമെന്ന വചനത്തിലുള്ളത്. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും മനസ്സിലാക്കാനും പറ്റത്തില്ല. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒത്തിരി ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതം നിങ്ങളൊന്നറിയണം. ദൈവം നൽകിയ ഒരു ജീവിതം, അതാണ് നിങ്ങളോട് ഇന്ന് പങ്കിടാനുള്ളത്. എൻ്റെ ടെസ്റ്റ് മണി അതാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറയണം. ഇങ്ങനൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ പലയിടത്തും കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ദൈവ സാന്നിധ്യം അറിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ പലയിടത്തും കണ്ടുമുട്ടിയെന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ചെറുപ്പകാലത്ത്, ഹല്ലേലൂയ, എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ്, എറണാകുളം. എൻ്റെ സ്വദേശം മണിവലയ്ക്കടുത്ത പത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ എന്നെക്കുറിച്ച് വളരെ എല്ലാവർക്കും അറിയാൻ പറ്റും. എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ അമ്മയുടെ കൂടെ, എൻ്റെ 7 വയസ്സ് മുതൽ ഞാൻ ചർച്ചിൽ പോകുമായിരുന്നു. എൻ്റെ പിതാവോ സഹോദരി സഹോദരന്മാരൊന്നും ആ കാലത്ത് അമ്മയുടെ കൂടെ ഒന്നും വരുന്നില്ല. ഒരു പാവ അമ്മ. അമ്മയ്ക്ക് ഉപവാസ പ്രാർത്ഥനകളും അന്നത്തെ കാലത്തൊക്കെ 1976 കഥകളൊക്കെ ഞാൻ പറയുന്നത്. 76, 77, 78 ഒരു വലിയൊരു ആവേശമായിരുന്നു, വലിയൊരു ഉണർവായിരുന്നു അന്നത്തെ ഒക്കെ കാലത്ത്. അന്ന് സമയക്ലിപ്തമൊന്നും അന്നില്ല. ഇന്ന് രാത്രി വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനകളൊക്കെ രാത്രി 1:30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമയമുണ്ട്. എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അമ്മയുടെ കൂടെ എന്നും പോകും. എല്ലാ ഞായറാഴ്ചയും എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. കുറച്ച് സമയം ഉറക്കം വരുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് കിടന്നുറങ്ങും. അമ്മ എന്നെ എടുക്കും. പിന്നെ കിലോമീറ്റർ താണ്ടി, ഒരു 6-7 ഒക്കെ കിലോമീറ്ററൊക്കെ താണ്ടി വീട്ടിൽ വരും. എൻ്റെ അപ്പന് വിരോധമൊന്നുമില്ലായിരുന്നു. അപ്പം വലിയ വിശ്വാസിയൊന്നും അല്ല, എങ്കിലും വിശ്വാസത്തിനെതിരുമല്ല. എന്നാൽ വീട്ടിലെ എല്ലാ പ്രാർത്ഥനയ്ക്കെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു മനുഷ്യനായിരുന്നു, പാവ മനുഷ്യൻ. ഞങ്ങളുടെ നാട് കണ്ടതിൽ ഏറ്റവും നീതിമാനായ ഒരു വ്യക്തിയെ, കള്ളമെന്ന് പറയുന്ന ഒരു കാലത്തും പറഞ്ഞിട്ടില്ലാത്ത. അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് പെണ്ണമ്മ, മേരിയെന്നും വിളിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഭർത്താവിനൊന്നും എനിക്കങ്ങനെ വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പള്ളിയിലൊന്നും പോയിട്ടില്ല. അമ്മയും പള്ളിയിലൊക്കെ പോകും, ഞായറാഴ്ച പോകും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും ഒക്കെ ഉള്ളൂ. എനിക്ക് 27 വയസ്സായി. 1998 ഡിസംബറിൽ ഞങ്ങളുടെ ചർച്ചിൽ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. എനിക്ക് ഈ അന്യഭാഷ പറയുന്നവരോടും വലിയ കൈകൊട്ടി ആരാധിച്ച് തുള്ളി ആരാധിച്ച് നൃത്തം ചെയ്യുന്നവരോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഇന്ന് ഞാൻ MRI ടെക്നീഷ്യനും പിന്നെ
പൊതു ശുശ്രൂഷയും പാസ്റ്ററുമാണ്. ഞാൻ അതിലേക്കൊക്കെ ഞാൻ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഫാദർ ഒരു 30-33 വർഷം മുമ്പ് മരിച്ചുപോയി. 5 സഹോദരിമാരുണ്ട്. അവരൊക്കെ ഞങ്ങൾ കൂലിപ്പണിയൊക്കെ എടുത്താണ് ഒക്കെ പോറ്റി ഒക്കെ ചെയ്തത്. ചേട്ടനുണ്ട്. ഒരു വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നും ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയും പെങ്ങന്മാരെയും കൊണ്ടുപോകാൻ വേണ്ടി, പെങ്ങളെയും കൊണ്ടുവരാൻ, പെങ്ങളെന്നല്ല എൻ്റെ മൂത്ത സഹോദരി, പിന്നെ എൻ്റെ അമ്മയും പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാനൊരു 8 മണി 7, 8, 8:45 ആകുമ്പോൾ അതിന് വണ്ടി ഓട്ടം കഴിഞ്ഞ് അവിടെ ചെന്ന് കൊണ്ടുവരും. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ആത്മീയ ശക്തി, അതായത് അതുപോലത്തെ ഒരു ഉണർവ് ഞാൻ കാണുന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ പരിശുദ്ധാത്മാവ്, അഭിഷേകം, ഉണർവ്, ദൈവകൃപ, ദൈവ സാന്നിധ്യം എന്നൊക്കെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. കിട്ടാതെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ട് എനിക്കും അത് വേണം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരും അറിയാതെ പള്ളിയുടെ എന്നെ കാണുന്ന ആൾക്കാർക്കൊക്കെ എന്നെ വലിയ താല്പര്യമൊന്നുമില്ല. പാർട്ടിയുടെ പുറകെയും തല്ലും അടിയും ഒക്കെയായി ഉണ്ടായിസും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ, നമ്മൾ കവലയെന്നൊക്കെ പറയും, ചെറിയ ചെറിയ സിറ്റി പോലത്തെ ഉള്ള സ്ഥലത്ത് പാർട്ടി ഇല്ലയൂടെ അടിയിക്കും പിടിക്കും ഒക്കെ പോയി കള്ളും കുടിച്ചുമൊക്കെ ജീവിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ അങ്ങനെ അമ്മയുടെ പെങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി പള്ളിയുടെ പുറകിൽ ഇരുന്നു 3 ദിവസം ആരും അറിയാതെ, ഒരാഹാരം പോലും കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 3 ദിവസം ഇരിക്കുമ്പോൾ, 3-ാമത്തെ ദിവസം ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു മഴയില്ല, ഒരു കൂടില്ല, കാറ്റില്ല, തെളിഞ്ഞ നിലാവ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളെന്നെ അവിശ്വസിക്കരുത് സഹോദരരെ. ഞാൻ നിങ്ങളൊരു കുറച്ച് കാര്യം, ദൈവത്തെ നിങ്ങൾ യഥാർത്ഥമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഞാനിന്ന് സ്ഥിരം വചനമാണ് സംസാരിക്കുന്നത്. എനിക്ക് വചനം പറഞ്ഞു പോയച്ചാൽ മതി. ഈ വചനം എങ്ങനെ പറഞ്ഞെന്ന് പോലും നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ചർച്ച് തേച്ചു വാർത്തതൊന്നുമല്ല. വെറും മൺകട്ട കൊണ്ട് കെട്ടിയ, അതിന് ചെറിയ ജനൽ പോലെയൊക്കെ ഉള്ള ആ ജനലിൻ്റെ കീഴെ ഞാൻ ഇരിക്കുന്നത്. പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഒരു പാട്ട്, ആത്മസന്തോഷം കൊണ്ട് ഞാൻ ആരാധിക്കാം എന്ന് പറയുന്ന ഒരു പാട്ട് പാടി 2-3 ഈരടികൾ പാടുന്നത് എൻ്റെ ഓർമ്മയിലുള്ളൂ. നമ്മൾ സെഗിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിലേക്ക് അടിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൻ്റെ ശക്തി, ഇതിൻ്റെ ഈ കാറ്റിനെ തടഞ്ഞു നിർത്താൻ മേലാത്ത പവറുണ്ടായി എൻ്റെ ശരീരത്തിലേക്ക്. എൻ്റെ വായിൽ നിന്ന് വന്ന ഭാഷ എനിക്ക് എന്താ ഞാൻ പറയുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ആത്മവിവശതയിലായി. പള്ളിയിൽ തെറിച്ചുപോയി. ഞാൻ
അന്ന് ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞു. എൻ്റെ മേലൊരു വലിയ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനൊരു കട്ടിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങുന്നുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ കാല് മുതൽ തല വരെ ഒരു പ്രാവ് കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, സാരമില്ല മോനെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിൻ്റെയാണ്, അതുകൊണ്ട് മോൻ പേടിക്കണ്ട, വേണേ ഞാൻ പ്രാർത്ഥിക്കാം. ഈ പ്രാവ് ഇങ്ങനെ കയറി ഇതിൻ്റെ ദേഹം മുഴുവൻ കുറുകുറുന്ന് വെച്ച് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, കണ്ണടച്ചാൽ ഇത് തന്നെയാണ് വരുന്നത്. അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് കിടക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ശാന്തമായി. പിറ്റേ ദിവസം ഡിസംബർ 31 1998 ഡിസംബർ 31 ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഞാൻ സ്നാനപ്പെട്ടു 31 നീണ്ട 12 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നു. സാക്ഷിയായി. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, സാക്ഷി പറയാൻ പോലും അറിയില്ലായിരുന്നു. ഒത്തിരി പിതാക്കന്മാരുടെ കൂടെ, ആത്മീയ പിതാക്കന്മാരുടെ കൂടെയൊക്കെ ഞാൻ നടന്നു. നിങ്ങൾക്കറിയാം, എടരിക്കപ്പുഴ കുഞ്ഞുവൻ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ മനുഷ്യൻ, ആ ദൈവദാസൻ എനിക്ക് ഒത്തിരി ആത്മീയമായി ഭൗതികമായി എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നൊരു സുഹൃത്തിനെ പോലെ കൊണ്ട് നടന്നു. ഹല്ലേലൂയ. ഞാൻ 2 വർഷം ബൈബിൾ പഠിച്ചു. രാജു ആനിക്കാടെന്ന് പറയുന്ന പാസ്റ്റർ, ഇപ്പം വൈക്കം സെൻറ്ററിൻ്റെ പാസ്റ്ററാണ്. കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഈ 2 പേരാണ്. അന്ന് ബൈബിൾ ക്ലാസ് പഠിക്കുന്നത് പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ കോളേജിലാണ്. ചെറിയൊരു സായാഹ്ന ക്ലാസ് പോലെ ഒരു ക്ലാസ്സാണ്. ചിലപ്പോൾ ഉച്ച മുതൽ നീണ്ടെന്നിരിക്കും. അങ്ങനെ ഒരു വലിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. 2 വർഷം അങ്ങനെ പോയി. ഞാൻ പാസ്റ്ററല്ലായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയി വചനമൊക്കെ കുറേ പഠിച്ചു ഒക്കെ തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുക. ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച 6-ാം മാസമായപ്പോൾ എൻ്റെ വിവാഹം നടന്നു. കല്യാണമൊക്കെ കഴിച്ചു. കല്യാണം കഴിച്ചതിൻ്റെ 22-ാം ദിവസം ഞാൻ ഗുജറാത്തിലേക്ക് യാത്രയായി. ഞാനന്ന് ഡൽഹിയിലായിരുന്നു ആദ്യമേ. ഞാൻ എക്സ്റേ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ MRI ടെക്നീഷ്യനാണ്. പൊതുപ്രവർത്തനമായും പൊതു ശുശ്രൂഷയായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത്. അപ്പം എൻ്റെ ഭാര്യയുടെ കൂടെ ഭാര്യ നേഴ്സായിരുന്നു ഗുജറാത്തിൽ. ഞാൻ അവിടെ കൂടെ യാത്ര ചെയ്തു. 10 വർഷം അവിടെ ഞാൻ ജോലി ചെയ്തത് മാത്രമല്ല, 2 ചർച്ച് അവിടെ അടിസ്ഥാനം ഇടുവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ഒന്നൊരു മഹനദാം ചർച്ച് എന്ന് പറയുന്ന ചർച്ച്. അന്ന് അവിടെ ഒരു ഏജി ചർച്ച് ഉണ്ടായിരുന്നു. ആ ഏജി ചർച്ച് ആകെ 4 പേരെ ഉണ്ടായിരുന്നു. അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ ദൈവ സാന്നിധ്യത്തിലൊക്കെ മുമ്പോട്ട് 10 വർഷം മുമ്പോട്ട് പോവുക. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ഡേഞ്ചർ സോണാണ് പറയാൻ പോകുന്നത്. ഏലിയാവിൻ്റെ ഗുഹയിൽ കയറി, അല്ലെങ്കിൽ ചൂരച്ചെടി കയറിപ്പോയ ഒരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എനിക്ക് 3 പിള്ളേരുണ്ട്. 2 ആണും 1 പെണ്ണും. ഇവർക്ക് ഇപ്പം വലിയ വിദ്യാഭ്യാസം ചെയ്തപ്പോൾ
ഒരാൾ രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കുന്നു. UK പോകാനൊക്കെ കാര്യങ്ങൾ റെഡിയാകുന്നു. രണ്ടാമത്തവൻ BSc നേഴ്സിങ് ബാംഗ്ലൂർ പഠിക്കുന്നു. മൂന്നാമത്തെ പെൺകുട്ടിയാണ്. അവൾ +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിനൊക്കെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ഗുജറാത്തിൽ വെച്ച് 3 പിള്ളേരുണ്ടാകുന്നു. എല്ലാം അധികം പ്രായമൊന്നുമില്ല, എല്ലാം ഓരോ 1.5 വയസ്സൊക്കെ വ്യത്യാസമുള്ളൂ. ഞങ്ങളുടെ ബുദ്ധിമുട്ടിലും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി, പ്രയാസമായി. ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ഒറ്റ വീടേ ഉള്ളൂ. ഞങ്ങൾക്ക് വെറും 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഞാനും എൻ്റെ കുടുംബമുണ്ട്. എല്ലാം കൂടെ ഒരു 10, 12, 13 പേരുണ്ട്. എൻ്റെ പെങ്ങളുടെ മോളുണ്ട്. പട്ടിണി എന്താണെന്ന് അന്ന് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പട്ടിണി എന്താണെന്ന് അനുഭവിച്ചു. ഗുജറാത്തിലൊക്കെ വെച്ചപ്പം ഞങ്ങൾക്ക് 1-2 ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നു, നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നു. പക്ഷേങ്കിൽ യഥാർത്ഥ പട്ടിണി ഞങ്ങൾ അനുഭവിച്ചു. ഒരു കടയിലൊക്കെ ചെന്നിട്ട് പിള്ളേരെല്ലാം രാവിലെ വിശന്നിങ്ങനെ നിൽക്കുക. ഒരു കടയിൽ ചെന്നിട്ട് 1 കിലോ മൈദാമാവ് ചോദിച്ചിട്ട് തന്നിട്ടില്ല ഒരു മനുഷ്യൻ. പള്ളിക്കാരൻ, ഞാനിപ്പോൾ നിങ്ങളല്ലോ സ്വകാര്യമായിട്ട് പറയുക, എനിക്കവിടെ വെച്ച് ചിക്കൻ ഗുനിയ ഒക്കെ പിടിച്ചു. ആ കാലഘട്ടത്തിൽ 2006 തോന്നുന്നു ചിക്കൻ ഗുനിയ ഒക്കെ പിടിച്ചു. പള്ളി പണിയാൻ ചെല്ലാഞ്ഞതിന് 300 രൂപ പിരിവ് കൊടുക്കണമെന്ന് പറഞ്ഞു. പിരിവ് കൊടുക്കാനില്ലാഞ്ഞതിന് 36 കുടുംബം ഒപ്പുവെച്ച് ഞങ്ങളെ പുറത്താക്കി. ഏറ്റവും കൂടുതൽ ഞാൻ ഈ വേറെ 1-2 കാര്യം കൂടെ പറയാൻ വേണ്ടി അനുഭവിച്ചത് ചർച്ചിൽ നിന്ന്, വിശ്വാസികളുടെ ഇടയിൽ നിന്ന് അനുഭവിച്ചത്. ഞാൻ ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാസ്റ്റർ അല്ല. ഞാൻ സർവ മതക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും അവിടെയൊക്കെ ദൈവശക്തി പുറപ്പെട്ടു വരുന്നത് എനിക്ക് കാണാൻ പറ്റും. അവരിലേക്കൊക്കെ ദൈവശക്തി അടിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടിലെ ചെറിയ ചർച്ചുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഒരു വഴിപാട് പോലെ ഞായറാഴ്ച ഒന്ന് വരിക, എന്തെങ്കിലുമൊക്കെ പറയാൻ. ആ ഞായറാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞാണ്, മീറ്റിങ്ങിന് മുമ്പേ അവിടെ വെച്ച് തന്നെ കുടുംബശ്രീയുടെ കാര്യം ചർച്ച ചെയ്യും. കുടുംബശ്രീ ഇപ്പം നടക്കുന്നത് യഥാർത്ഥമായിട്ട് ചർച്ചിലാണ്. അത് കഴിഞ്ഞാണ് വീട്ടിലോട്ടുള്ള പോരുന്നത്. ഞാൻ അങ്ങനെ വളരെ ബുദ്ധിമുട്ട് പ്രയാസം. ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതം ഉപേക്ഷിക്കുക. സുഹൃത്തെ, നിങ്ങൾ നാളെ എൻ്റെ മെസ്സേജ് കേൾക്കാതിരിക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറിച്ച് നിങ്ങൾ കേൾക്കണം. എൻ്റെ പല ചർച്ചയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ വിലക്കി. ഞങ്ങളുടെ പണമില്ല, 10 പൈസ കൊടുക്കാനില്ല, ഒരു സ്വോത്ര കാഴ്ച പോലും വിടാനുള്ള ഒരു മാന്യത ഇതില്ല. ഞാൻ പിന്നെ ദൈവികപരമായിട്ടങ്ങ് ഒത്തിരി അകന്നുപോയി. ഞാനെന്നും സുഹൃത്തെ, ദൈവദാസിയെ, മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അഭിഷേകം നിന്റെ നഷ്ടപ്പെട്ടു പോകാം, കുറയാം, കൂടാം, നഷ്ടപ്പെട്ടു പോകാം. സ്ലോ പോയിസണാണ് സാത്താൻ്റെ ഇൻജക്റ്റഡ്. ഒറ്റ ദിവസം നിന്റെ അഭിഷേകം എടുത്ത് മാറ്റിക്കളയത്തില്ല. നീ അതിനപ്പോൾ തിരിച്ച് മുട്ടിന്മേ നീ ഇരിക്കും, നീ ഉയർത്തെണീക്കും. പക്ഷെങ്കിലേ നീ അറിയത്തില്ല നിന്റെ അഭിഷേകം പോകുന്നത്. നമ്മൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സാക്ഷി പറയുന്നുണ്ടല്ലോ, ചെറിയ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ചെറിയ പ്രബോധനം പറയുന്നുണ്ടോ. കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഇതൊരു പോയിസനായിട്ട് ലാസ്റ്റ് ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും. ഞാൻ അനുഭവിച്ച, നിങ്ങളോട് എൻ്റെ സാക്ഷിയാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ തീർത്തും മദ്യപാനിയായി തീർന്നു. മദ്യമില്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിട്ട് തീർന്നു.
ഈ ജോലി കിട്ടി നാട്ടിൽ. ഞാൻ അതിന് മുമ്പ് ഞാൻ തമിഴന്മാരുടെ കൂടെ റൂമിൽ ജോലി ഇരുന്ന ഞാൻ മേയ്ക്കാട് പണിക്ക് പോയി. എൻ്റെ കുടുംബത്തെ പുലർത്താൻ, 3 പിള്ളേരെ പുലർത്താൻ വേണ്ടി, എൻ്റെ അമ്മയെ പുലർത്താൻ, കുടുംബത്തെ പുലർത്താൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി വേറൊരു ചർച്ച്, എൻ്റെ ഫാദറിലൂടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഫെയ്ത്ത് ഹോമിലാണ് താമസിച്ചത്. അവിടെ വെച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടും കഷ്ടത ഉണ്ടായപ്പോൾ കൂലിപ്പണിക്ക് ഒത്തിരി മാസം ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീണ്ടും ഗുജറാത്തിൽ പോയി 1 വർഷം കൂടെ ജോലി ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എറണാകുളത്ത് ജോലിയായി, വൈഫും പിള്ളേരും ഇവിടെയായി. എൻ്റെ ആത്മീയം നഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടാൽ ക്രിസ്തുവിനെക്കുറിച്ച് ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. പിന്നെ പറയുമ്പോൾ കേൾക്കുമ്പോൾ യേശു എന്ന് കേൾക്കും, എല്ലാവരും ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും പറയും ആ യേശു. അല്ലാതെ നിൻ്റെ ഉള്ളിൽ നിന്ന് ആ യേശു പോകുന്നത് എപ്പോഴാണെന്നറിയോ? നിൻ്റെ ഉള്ളിൽ നിന്ന് അഭിഷേകം പോകുമ്പോൾ. ഞാൻ തീർത്തും മദ്യപാനിയായി തീർന്നതിന് ശേഷം എൻ്റെ ലിവറിന് പ്രശ്നമുണ്ടായി. ഡോക്ടർമാരെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ ഒരു 10,000-12,000 രൂപയുടെ ഗുളികയെല്ലാം കഴിച്ചു. പിന്നെ അതുകൊണ്ടല്ല ദൈവസന്നിധി റിട്ടേൺ തിരിച്ചു വന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും ബാറിലിരുന്ന് കരയുന്നുണ്ട്. എന്ന് ചോദിച്ചാൽ എന്തോ എന്നോട് ആരോടോ സംസാരിക്കുന്ന പോലെ ഞാൻ പശ്ചാത്തപിച്ച് ബാറിലിരുന്ന് കരയുമായിരുന്നു. മുട്ടുമേൽ ആ ടേബിളെ ഇരുന്ന് കരയാൻ എന്തിനാണെന്നറിയില്ല. ഞാൻ എന്നെ എങ്ങനെയായി തീർന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോവായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പണ്ടൊക്കെ ഞാൻ താമസിച്ച ചർച്ചിലൊക്കെ അധികം പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും 1-2 വാചകങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴും ഞാൻ ഹല്ലേലൂയ ഗ്ലോറിയൊക്കെ പറയും. ഞാനിന്നിപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനിപ്പോൾ ഈ യൂട്യൂബിലൂടെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വളരെ ശാന്തനായിട്ടാണ് പ്രസംഗിക്കുന്നത്. ചില പള്ളിയിൽ പറയും, ചിലർ എന്നോട് പറയും, വീട്ടിലൊക്കെ പറയും ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കാവുള്ള ഭാഷ എന്ന് വെച്ചാൽ അതുപോലത്തെ പവറിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു രാജാവ് ഉള്ളിടത്തെ കോലാഹലം ഉണ്ടാകത്തുള്ളൂ, ഒതുക്കി വെക്കാനുള്ള സംഗതികളൊന്നുമല്ല. ഞാൻ ഈ പിന്നെ എൻ്റെ ലിവറിനെല്ലാം പ്രശ്നം ഉണ്ടായതിന് കുറേ നാളൊക്കെ ഞാൻ കുടിക്കായിരുന്നു. പിന്നെയും അതിൻ്റെ ഡബിൾ ഇരട്ടി കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ വീട്ടിൽ 2 വിരുന്നുകാർ വന്നു. എന്നെ അറിയാവുന്ന 2 പേര് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ റിലേഷനുള്ള, എൻ്റെ വൈഫിൻ്റെ റിലേഷനുള്ള 2 പേര് എന്നോട് പറഞ്ഞു, എൻ്റെ സഹോദര, പണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പം, നിങ്ങൾ ആ സ്റ്റേജിൽ കയറുമ്പം ഉള്ള ആ ഗ്ലോറിയും ഹല്ലേലൂയ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് അഭിഷേകം ഉണ്ടാകുന്നത്. ഞാനാണെങ്കിൽ മുടിയും വളർത്തി താടിയും വളർത്തി ഇരിക്കുക. ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു ശക്തി ഇറങ്ങുന്ന പോലെ എനിക്ക് മനസ്സിലായി. അഭിഷേകം വന്ന ആളാണ്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി കൂടെ വന്ന ചേച്ചി ഉണ്ട്. എന്നവർ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവര് 4 മണിക്ക് പോകേണ്ടവര് അന്ന് രാത്രി ആ പ്രാർത്ഥന ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, നീ കുടിക്കരുത് സഹോദര, നീ കുടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, നീ മരണപര്യന്തം ഞാൻ കുടിക്കത്തില്ല. അത് കഴിഞ്ഞൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ കല്യാണത്തിന് ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര കുടിയും ബഹളമൊക്കെയാണ്. അവിടെ ദയവ് ചെയ്ത് ഞങ്ങളുടെ വാക്കിനെ ഓർത്ത് കുടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കിനെയല്ല ഞാൻ ഓർക്കുന്നത്, എൻ്റെ കർത്താവിനെ ഓർക്കുന്നത്. എൻ്റെ കർത്താവിനോട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു വാക്ക് ഞാൻ പറഞ്ഞു,
എൻ്റെ ജീവിതത്തിൽ ഇനി കുടിക്കത്തില്ല, വലിക്കത്തില്ല. ഇവർ രണ്ടുപേരും പോയി. രണ്ടുപേരും പോയതിന് ശേഷമുണ്ടല്ലോ, എൻ്റെ പെങ്ങളുടെ ഭർത്താവ് സൗദി അറേബ്യയിൽ നിന്ന് വന്നു. പെങ്ങളും വന്നു. ഒരു ഗുജറാത്തിലാണ് താമസിക്കുന്നത്. ഇവർ വന്നിട്ട് ഒരു ദിവസം ഇരുന്ന് അവർ പറഞ്ഞു, അളിയൻ പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു, അളിയനെ ഒന്നും ഓർക്കണ്ട, എന്നെ സാവുച്ചാൻ എന്ന് പറയുന്നത്, സാവുച്ചാനെ ഒന്നും ഇനി ഓർക്കണ്ട, പുള്ളിയുടെ കാര്യം പോക്കായി. അതുകൊണ്ട് ചേച്ചി എന്നും പള്ളിയിൽ പോകണം. ചേച്ചി പൊക്കൂ, ചേച്ചിയും പിള്ളേരും കൂടെ പൊക്കൂ. ഞാനെന്നും പള്ളിയിൽ പോകുന്നു, ഇവർ പള്ളിയിൽ പോകും, ഇനിയും എതിർപ്പൊന്നും. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുക, കട്ടിലെ കിടന്ന് ഞാൻ സ്ഥിരമായിട്ട് ഉറക്കുക. ഞായറാഴ്ച എനിക്ക് അവധിയാണല്ലോ. ജോലിയൊക്കെ കിട്ടി, എറണാകുളത്ത് ജോലി കിട്ടി, വൈഫിന് ജോലി കിട്ടി, എനിക്കും ജോലി കിട്ടി. ഞങ്ങളിവിടെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇപ്പം 17ാമത്തെ വർഷമായി ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പോൾ അതിന് ഇനിയും സാവുച്ചാൻ്റെ കാര്യത്തിൽ തീരുമാനം ഒന്നും എടുക്കണ്ട. ഇത് ഈ മനുഷ്യൻ തീർന്നു, ഈ മനുഷ്യൻ പോയി, ഈ മനുഷ്യൻ ഇനി ഒരു റിവേഴ്സ് ഇല്ല. അതുകൊണ്ട് ചേച്ചി ഇനി പള്ളിയിലൊക്കെ പൊക്കോ, അതുകൊണ്ട് ഈ മനുഷ്യനെ ഇനി നോക്കണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ സജി, എൻ്റെ അളിയൻ്റെ പേര് സജി എന്നാ സൗദിക്ക് തിരിച്ചു പോന്നു. പുള്ളി വരുമ്പോൾ 1-ാം തീയതി, 15-ാം തീയതി ഞാൻ തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു, 15-ാം തീയതി ഒരു ദൈവദാസൻ എണീറ്റെന്ന് കേൾക്കും. എന്നാ സഹോദരനൊന്ന് പ്രാർത്ഥിക്കുക, അളിയനൊന്ന് പ്രാർത്ഥിക്കുക. നിർബന്ധിച്ച് ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലെ ഇറങ്ങി. പണ്ടിറങ്ങിയ പോലെ തന്നെ തീയുടെ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവശക്തി എൻ്റെ തൊട്ടടുത്ത അളിയൻ്റെ മോൻ, എൻ്റെ മരുമോൻ ഇരിപ്പുണ്ട്. ഞാൻ അവൻ്റെ തലയിൽ കൈ വെച്ചപ്പോൾ അവൻ ഒരു 2-3 അടി ദൂരം തെറിച്ചു പോയി. സത്യം പറയാം, നിങ്ങൾ വിശ്വസിച്ചോ? ദൈവദാസനാ പറയുന്നത്. എനിക്കുണ്ടായിരുന്ന എൻ്റെ വീട്ടിലൊക്കെ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, മദ്യമോ സിഗരറ്റും ഒക്കെ. അതെല്ലാം എൻ്റെ ഇളയ മോളെ എല്ലാം കൂടെ കൂട്ടി ഞാൻ മോളെ മകൻ എല്ലാം കത്തിച്ച് കളഞ്ഞേക്കാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ചർച്ച, ഇവിടെ എറണാകുളത്ത് കൂടെ ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിൽ ചെന്നപ്പോഴത്തേന് ഞാൻ അന്ന് മുതലേ ദൈവശക്തിയിൽ അന്യഭാഷയിൽ തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ദൈവ പവറിലോട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ പാസ്റ്റർക്ക് മനസ്സായില്ല. ഞാനവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞപ്പോൾ പറയാം, പുള്ളി എടുത്ത് ഇത് ഈ പുള്ളിക്കാൻ എന്നെ അന്യഭാഷ പറയുന്നിടത്ത് എൻ്റെ അടുത്ത് പുള്ളി പ്രാർത്ഥിക്കാൻ വരിക. ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എന്നെ പ്രാർത്ഥിക്കണ്ട, ഞാൻ ദൈവശക്തിയെ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന സമയം ഞാൻ ആ ചർച്ച് വിട്ടു. ഞാൻ ആ ചർച്ച് വിട്ടിട്ട് എനിക്ക് ഏറ്റവും ദൈവിക പാഠങ്ങൾ, അതായത് ഒരു ചർച്ച് എനിക്ക് എൻ്റെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇടാ നീ ഒരു ചർച്ചിൽ പോകണം, കൊച്ചി ഡെലിവറൻസ് ചർച്ച് ബിജു CX എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയോ. ആ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം യഥാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ എന്നും പ്രസംഗിക്കുന്ന ഞാൻ വന്നിട്ട് ഇത്രയും നിങ്ങളോട് ബൈബിള് വെച്ച് പ്രസംഗിക്കുന്നത് എൻ്റെ കഴിവല്ല. ഞാൻ 2 വർഷം സായന ക്ലാസ്സിൽ പോയതിൻ്റെ കഴിവുമല്ല. അവിടെ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടില്ല. വേദശാസ്ത്രം, ഏഞ്ചലോളജി അങ്ങനെയൊക്കെ ഉള്ള കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഓളജിയും പറയുന്ന ആളല്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ആ ചർച്ചിൽ പോയി തുടങ്ങി. അന്നൊക്കെ മീശയൊക്കെ വെച്ചൊക്കെ താടി വെച്ചാണ് പോയത്. അത് കഴിഞ്ഞ് എൻ്റെ മീശ പഠിച്ചപ്പോൾ തന്നെ ഒത്തിരി പേര് പറഞ്ഞു, എൻ്റെ ഷേപ്പൊക്കെ മാറ്റാൻ, നല്ല സൗന്ദര്യമുള്ള ഷേപ്പൊക്കെ മാറ്റാൻ. ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല,
എന്നെ തന്നെ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആറ്റിറ്റ്യൂഡുകൾ മാറുന്നു, സ്വഭാവത്തിൽ എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുക. അവിടെ 21 ദിവസം ഉപവാസം നടക്കുമ്പോൾ 21 ദിവസം ഞാൻ ഉപവാസം ഇരിക്കുന്നു. പിറ്റേ വർഷം ഉപവാസം ഇരിക്കുമ്പോൾ ഞാനും 21 ദിവസം ഇരിക്കുന്നു. എനിക്ക് ഉപവാസം ഇരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ വിശപ്പ് കെട്ടുപോകുന്നു ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം. ഞാനായി പ്രാപിച്ചെടുത്ത്, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചെടുത്തു. ഹല്ലേലൂയ. ഞാനെന്നും മുടങ്ങാതെ 3 മണിക്കൂർ എൻ്റെ കുടുംബ പ്രാർത്ഥനയുണ്ട്. 3 മണിക്കൂർ. ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ഓൺലൈനിലിരുന്ന് ഒത്തിരി പേർക്ക്, അശുദ്ധാത്മാക്കൊക്കെ ഒത്തിരി ഗുജറാത്തിലൊക്കെ ഇരിക്കുന്ന അശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലുണ്ടാകുന്നുണ്ട്. ഇനിയും പറയുന്ന ഒരു വലിയൊരു കാര്യം നിങ്ങളോട് പറയുക. എൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉത്തരം കിട്ടി. ഞാൻ പല പാസ്റ്ററോടും ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉത്തരം പറയേണ്ടവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം കിട്ടി. ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി പേർക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഒത്തിരി പേര് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് മക്കളുള്ളവരുള്ളവരല്ല ഇരട്ടപ്പിള്ളേരാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേങ്കിൽ എൻ്റെ ആദ്യകാലത്ത് കൃപാപരം എന്താണെന്നോ കൃപ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്നത് പ്രവചനമായിട്ട് മാറുകയായിരുന്നു. പ്രവചനം പിന്നെ പ്രസംഗമായിട്ട് മാറുകയായിരുന്നു. പിന്നെ തലേ കൈവെക്കുന്നവർക്ക് രോഗശമനമുണ്ടാകുന്നു. തലേ കൈവച്ച് അശുദ്ധാത്മാവ് വിട്ടുപോകുന്നു. അപ്പം ഞാനൊരു കുഞ്ഞിനെ പോലെ ഓടി നടന്നു. ആ അനുഗ്രഹങ്ങൾ പലരും എന്നിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം. അവര് ദൈവത്തെ മറന്നു, പ്രാർത്ഥിച്ച് എന്നെ മറന്നു. ഒത്തിരി പേര്. എനിക്ക് അന്ന് നമുക്ക് തിരിച്ചറിവില്ല. ആ സമയത്ത് ഒരു പശു പ്രസവിച്ച് വീഴുമ്പോഴത്തേനെ അത് കിടന്ന് എൻ്റെ അമ്മ നക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുകയൊക്കെ ചെയ്യും. അതെങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ ചെന്ന് വീഴുന്നു, കുഴിക്കകത്ത് വീഴുന്നു ഒക്കെ ചെയ്യും. പക്ഷേ ആ സമയത്ത് നമുക്കറിയത്തില്ല. നമുക്ക് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പത്തിനുണ്ടല്ലോ, നമുക്ക് ചില പാസ്റ്റർമാർ എന്നോട് ഞാൻ ഒരു ചർച്ച പ്രസംഗിക്കുമ്പോൾ ഒരു പാസ്റ്റർ പറയാം, എൻ്റെ പാസ്റ്റർ, ഞാൻ ആരെങ്കിലും പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് ഞാനേ കൂടാരം വെച്ച് ഞാൻ അങ്ങ് വെട്ടുവെന്ന്. കൂടാരം വെച്ച് വെട്ടാതിരിക്കുന്ന സാധനമാണിത്. ദൈവം നിന്നെ വെട്ടിക്കളയാതിരിക്കാൻ നോക്കിക്കോണം. എന്നുവെച്ചാൽ അതിൻ്റെ മേളിലോട്ട് നീ കയറി പ്രസംഗിക്കണ്ടെന്ന്. എന്നപ്പം തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ ഇതിൻ്റെ അകത്ത് ഒരു കളിയുണ്ടെന്ന് മനസ്സിലാകത്തില്ലേ. ഞാനതുകൊണ്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെയൊക്കെ പ്രസംഗിക്കുന്നത്. ആരുടെയും നമുക്കൊന്നും വേണ്ട, ആരോടും ഒന്നും പറയേണ്ട കാര്യവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വേദികളും പിന്നീട് കിട്ടി. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി വിടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി ചർച്ചകളിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി ഡെലിവറൻസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ എന്നും നിങ്ങൾ കുറച്ച് ശാന്തമായിട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പോൾ ഞാൻ അന്യഭാഷയുടെ കാര്യമൊക്കെ ഞാൻ പറയും. നിങ്ങൾക്ക് ഒരു പള്ളിയിൽ ഒരു ചർച്ചിൽ ഒരു പ്രശ്നം ഉണ്ടായി അന്യഭാഷ വെച്ച് ഒതുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അന്യഭാഷ വെച്ച് ഒതുക്കാൻ പറ്റും. ഒറ്റ വാക്ക്. നീ എപ്പോഴും കാണാതെ പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ദൈവത്തിൽ നിന്ന് വരും. നീ പോലും പറയാ നിന്റെ മൈൻഡ് ഔട്ടായിട്ട് ഒരു ഭാഷ നിന്റെ അടുത്ത് വരും. അത് നീയും ദൈവവും ദൂതന്മാരുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാണ്. അവിടെ ഒരു അത്ഭുതം ഉണ്ടാകും, അതിശയം ഉണ്ടാകും, അവിടെ ഒരു മിറക്കിൾസ് ഉണ്ടാകും. അവിടെ ഒരു മിറക്കിൾ ഉണ്ടാകും അവിടെ തീർച്ചയായും. ഹല്ലേലൂയ. എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 10 സൂര്യൻ ഒന്നിച്ച് ഉദിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ എൻ്റെ മുമ്പിൽ 3/4 മണിക്കൂർ 45 മിനിറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കും. നിങ്ങളിപ്പം പറയും അവനിവിടെ നിന്ന് വലിയ ഇത് പറയുന്നതാന്ന് ഓർക്കും. നോ, നെവർ. ഞാൻ ആരുടെയും 10 പൈസ മേടിച്ചിട്ടല്ല ഇത് പറയുന്നത്. ഞാൻ ഞാൻ മിക്ക വീട്ടിലും പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ സ്ഥിതി അനുസരിച്ച് എന്നെ ദൈവം അതുപോലെ മാനിച്ചു. എൻ്റെ പിള്ളേരെയൊക്കെ ദൈവം അതുപോലെ മാനിച്ചു. ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുകയാണ്, അവരുടെ അവസ്ഥ കണ്ട് അവർക്ക് അങ്ങോട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ചില പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്,
ക്യാൻസർ രോഗിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് 500 1000 മേടിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ നിന്റെ ക്യാൻസർ കുറച്ച് തരാമെന്നും പറഞ്ഞിട്ട്. നോ, അങ്ങനെ ചെയ്യരുത്. ഇത് സുവിശേഷമാണ്. നീ സുവിശേഷം പറഞ്ഞു. ഇപ്പൊ ഞാൻ എൻ്റെ ഈ വാക്ക് പറയുമ്പോൾ ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടെങ്കിൽ എൻ്റെ പേര് സ്വർണ്ണ ലിപിയിൽ സ്വർഗത്തിൽ എഴുതി വെക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. 45 മിനിറ്റ് എൻ്റെ വീട് മുഴുവൻ തീ കൊണ്ട് നിറഞ്ഞു. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ പോലും, ഞാൻ ദൂത് പറഞ്ഞതും പ്രവചനം പറഞ്ഞ ഒരു മനുഷ്യൻ പോലും അത് സാധിക്കാതെ വന്നിട്ടില്ല ഇതുവരെ. എന്താണെന്നറിയോ? ഞാൻ ദൈവത്തെ കണ്ടിട്ടാ വരുന്നത്. ഇന്ന് രാത്രിയിലും ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ബോംബ് പോലെ എൻ്റെ മുഖത്തേക്ക് പൊട്ടുന്ന തീ കഷ്ണങ്ങൾ, ചില സമയത്ത് എൻ്റെ മുഖത്തോട്ട് അടിക്കുന്ന തീ കഷ്ണങ്ങളുണ്ട്. ഞാൻ വിയർത്ത് കുളിക്കും ചിലപ്പോൾ. എൻ്റെ റൂം മുഴുവൻ തീ ആയിരിക്കും ചിലപ്പോൾ. ഞാനിപ്പം പറയുമ്പോൾ അതിശോക്തി നിങ്ങൾ ഓർക്കരുത് സഹോദര. നിങ്ങൾ ഓർക്കുന്നത് പോലും നിങ്ങൾ പാവമായി തെറ്റായി. ഒരിക്കലും ഈ ഒരു ഇത് വന്ന് എനിക്കിന്ന് വേണമെങ്കിൽ ഞാൻ ഇന്നൊരു വാക്യം എടുത്തിട്ട് ഇന്ന് പ്രസംഗിക്കായിരുന്ന വ്യക്തിയാണ്. പക്ഷെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ചില സാഹചര്യങ്ങളിൽ ഏലിയാവ് ചൂരച്ചെടിയിലിരുന്നു. മതി യഹോവേ മതി, എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അഭിഷിക്തന്മാർക്കും പലപ്പോഴും സംഭവിക്കാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നെ പല ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ, ഞങ്ങളുടെ സാമ്പത്തികമില്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. ഒരു പാസ്റ്റർക്ക് ഒരു ഞായറാഴ്ച ഫുഡ് കൊടുക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നമ്മളെ മാനിച്ചിട്ടില്ല അവരൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ദൈവം മാനിക്കും. കുപ്പയിൽ നിന്നും ദരിദ്രന്മാരെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാൻ ദൈവത്തെ ഞാൻ കണ്ടത്. എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം 3/4 മണിക്കൂർ ഞാൻ വിയർത്ത് കുളിച്ചു. എൻ്റെ മക്കളെ എല്ലാം വിരുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇരിക്കും മോനെ ഇരിക്ക്. എല്ലാവരുടെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു മകൻ വരാൻ താമസിച്ചു. 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തു. ആ പ്രതിഭാസം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സത്യം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ദിവസം പ്രാർത്ഥിച്ചാലും എന്നിരുന്നാലും ഞാനെന്നിപ്പോൾ ഓരോ കാര്യം പറയും. മോനെ ഇന്ന് ദൈവം വന്നില്ലല്ലോടാ, മോനെ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നില്ലല്ലോ, ദൈവത്തിൻ്റെ പ്രസൻസ് പരിശുദ്ധാത്മാവ് വന്നില്ലല്ലോ മോനെ. എൻ്റെ മുകളിലൂടെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാൻ പറ്റും. എൻ്റെ മുഖത്തടിക്കുന്നത് പറ്റാൻ പറ്റും. ഞാൻ ഇന്ന് നിങ്ങളുടെ എലോഹിൻ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി രൂപീകരിച്ചത് എനിക്ക് ഒരാൾ ഇച്ചിരി പൈസ തന്നു ഒരു കാർ എടുക്കാൻ വേണ്ടി. ഞാൻ പുതിയ കാർ എടുത്തു. എനിക്ക് ലൈസൻസ് ഇല്ല, ഞാൻ ഓടിക്കാനില്ല. എൻ്റെ വൈഫിൻ്റെ ചേട്ടത്തിയുടെ മകളുടെ കല്യാണത്തിന് പോയപ്പോഴത്തേന് ഞാൻ വലിയൊരു കൈതക്കാട്ടിലേക്ക് വണ്ടി ഓടിച്ചങ്ങ് പോയി. വണ്ടിയായിട്ട് അപകടത്തിൽപ്പെട്ടു. വലിയൊരു കുഴി, 12-13 അടി താഴ്ചയിലേക്ക് ഒരു കുഴിയുണ്ട്. ആ കുഴിയുടെ അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട്, രാത്രി 12 മണി കഴിഞ്ഞു. എൻ്റെ മക്കളും ആൾക്കാരെല്ലാം ഓടി വരിക, കാറിങ്ങനെ പറന്നു പോവുക. എനിക്കറിയില്ല എന്നുവെച്ചാൽ ബ്രേക്കാ ചവിട്ടേണ്ടത് ആക്സിലേറ്റർ ചവിട്ടിപ്പോയി. നമുക്ക് ആ സമയത്തൊന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ആ കുഴിയുടെ വക്കത്തെത്തിയപ്പോൾ ടയറിൻ്റെ വെടി, പുത്തൻ വണ്ടിയാണ്, പുത്തൻ കാറ്. എന്നെ ഇറക്കാൻ 45 മിനിറ്റ് എടുത്തു എല്ലാവരും. ഞാൻ ആ കാറിലിരുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പറഞ്ഞ്, എൻ്റെ യഹോവേ ഞാൻ നിൻ്റെ അടുത്ത് ചേരുകയാണോ, എൻ്റെ കർത്താവേ ഞാൻ നിൻ്റെ അടുത്ത് ചേരുകയാണോ, എൻ്റെ മരണമാണോ ഈ വരുന്നത്? അന്ന് എന്നെ എല്ലാവരും കൂടെ കൂട്ടി വേറൊരു വീട്ടിൽ, ഞങ്ങളുടെ കുടുംബസഹിതം കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ അവിടെ മുട്ടിന്മേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ വീട്ടിൽ
തീ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ഫയർ, തീ ഇറങ്ങി വന്നു. ഞാൻ അന്ന് പേരിട്ടതാണ്. എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു മിനിസ്ട്രി രൂപീകരിക്കണം. പേര് എലോഹിൻ മിനിസ്ട്രി എന്ന്. അന്ന് ആ രൂപീകരിച്ച ആ മിനിസ്ട്രി ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദര, 2 വർഷം 4 മാസമായിട്ടുള്ളൂ ഞാൻ ഈ ബൈബിളുമായിട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട്. എൻ്റെ സത്യമായിട്ട് പറയാം, നിങ്ങൾ പഴയ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായി, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മനുഷ്യൻ ഇത്രയും പ്രസംഗിച്ചല്ലോ. ഈ 2.5 വർഷം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ സഹോദര. 1 വർഷം ദൈവം എന്നെ അഭിഷേകം ചെയ്തതാണ്. അഭിഷേകത്തിൻ്റെ നില മാറി മാറി വന്നു. പ്രാർത്ഥനയായിരുന്നു ആദ്യമേ, പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് പ്രവചിക്കുന്നു, അത് കഴിഞ്ഞ് ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നു, അത് കഴിഞ്ഞ് പൈശാചിക ശുശ്രൂഷ, ഭൂത ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഒത്തിരി. എൻ്റെ കണക്കിൽ 20 പേരെങ്കിലും ഈ 2.5 വർഷം കൊണ്ട് വിടിവെച്ചിട്ടുണ്ട് അശുദ്ധാത്മാവിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാനിപ്പം നിങ്ങളോട് പറയാനുള്ള കാരണം, കാണാതെ പോയ ആടിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. 99 വിട്ടിട്ട് തൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാടുണ്ടായിരുന്നു. അവന് കുറവശങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായി. കാട്ടിലാണോ, കിടങ്ങിലാണോ വീണത്, ഉൾക്കുരുക്കിലാണോ വീണത്, തേടി വന്ന് തോളിലേറ്റിക്കൊണ്ടുവന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഒരു മുടിയനായ പുത്രനെ പോലെ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ തൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് സ്വർഗത്തോടും, ഞാൻ സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. താവേ, ആ അപ്പൻ എന്താ ചെയ്തത്? ഏറ്റവും വിശേഷമായ അസ്ത്രം കൊണ്ട് കൊടുത്തു. നല്ല മോതിരവനെ അണിയിച്ചു. വിരുന്ന്, സകല ആൾക്കാരെയും വിളിച്ച് വിരുന്ന് കൊടുത്തു. അതാണ് എൻ്റെ അപ്പ, അതാണ് എൻ്റെ അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ സത്യസന്ധമായി ഈ വചനവും എടുത്തു, ആരുടെയും 10 പൈസ മേടിക്കാതെ, ഒരു മനുഷ്യനോടൊന്നും മേടിക്കാതെ, പലർക്കും കൊടുത്ത് ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ആ കർത്താവ്, ഹല്ലേലൂയ, നീ എത്ര തകർന്നു പോയാലും നിന്നെ തേടി വരുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലേ യെരിഹോവിൽ വെച്ച് ഒരു യഹൂദൻ കൊള്ളക്കാരുടെ അടുത്തകപ്പെട്ട് അവനെ അടിച്ച് അവശനാക്കി, അവനെ മരണത്തോട് അടുത്ത് അവനെ കൊണ്ട് തള്ളിയിട്ടപ്പോത്തിന് അതിലൊരു യഹൂദൻ കടന്നു വന്നു. അവൻ കണ്ടിട്ട് വഴിമാറിപ്പോയി. പക്ഷെ ഇവന്റെ സ്വന്തം രക്തമാണ്. പുരോഹിതൻ വന്നു, അവന് യഹൂദനാ, ഇവന്റെ രക്തമാണ്. ലേവ്യം വന്നു, ഇവന്റെ രക്തമാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല അവനെ. ഹല്ലേലൂയ. നിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലേലും ഇന്ന് കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ കേൾക്കുന്ന, നിന്നെ അറിയുന്ന, നിന്നെ ഒരു ദൈവം നിന്റെ അടുത്ത് വരും. ഗുഡ് സമർട്ടൻ, നല്ല സമരിയക്കാരൻ. ശമരിയും യഹൂദയും തമ്മിൽ ബദ്ധവൈരാഗ്യമാണ്, അയിത്തം കൽപ്പിച്ചിരിക്കുന്ന. സൊലോമോന്റെ കാലത്തെ വളർന്നു പോയതാണ്. ശമരിയക്കാരന് യഹൂദയിൽ വരണമെങ്കിൽ കടൽ മാർഗ്ഗം വരാൻ പറ്റത്തുള്ളൂ. യെരൂശലേം ദേവാലയത്തിൽ വരണമെങ്കിൽ ഒരു തമ്മി കണ്ടാൽ തന്നെ വഴിമാറിപ്പോവും. ആ മൃഗപ്രായനായി കടന്നവനെ നല്ല സമരിയക്കാരൻ വന്നിട്ട് കഴുതപ്പുറത്തൊന്ന് ഇറങ്ങിയിട്ട് എണ്ണയും വീഞ്ഞും മുറിവിൽ വെച്ച് കെട്ടിയിട്ട് അവനെ കഴുതപ്പുറത്ത് ഏന്തി കൊണ്ടു ചെന്ന്
സത്രത്തിലാക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരുന്നോളം നീ സൂക്ഷിക്കണം. അവർക്കുള്ള എന്താണ് അവർ പൈസ അവർക്ക് കൊടുത്ത് എന്തെങ്കിലും കൂടുതൽ വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തന്നുകൊള്ളാം എന്ന് പറയാൻ. നീ ഏത് സാഹചര്യത്തിലാണോ ദൈവസന്നിധി വിട്ടു പോയിട്ടുള്ളത്, നിന്നെ പിശാച് വലിച്ചു കീറിയിട്ട് ഒരു മൂലയിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിൻ്റെ തടവറയിൽ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ, നല്ല ശമരിയക്കാരനായ കർത്താവ് നിന്റെ കൂടെ എത്തും. ഹല്ലേലൂയ. സഹോദര, എൻ്റെ സാക്ഷി സത്യസന്ധം. നിങ്ങളോട് അതിശോക്തി പറയാൻ വേണ്ടി വന്നാൽ എനിക്കത് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നിങ്ങളുടെ അടുത്ത് വന്നാൽ നിന്റെ കുടുംബം അഭിവൃദ്ധിപ്പെടും, നിന്റെ ആ നിൽക്കുന്ന ദേശം അത് അഭിവൃദ്ധിപ്പെടും. നീ പ്രവചിക്കും, നീ തുടർന്ന് ഒരു സൗഖ്യമാകും, നീയും ഒരു പ്രവാചകനായി തീരും. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കേൾക്കുന്നവരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, പ്രിയദാസ, പ്രിയ സുഹൃത്തെ, സിസ്റ്ററെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്തോട്ട് വരണം. എന്നെ ഒന്ന് സ്വീകരിക്കുക. ഞാൻ അന്നൊരു ദിവസം കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി നിലവിളിച്ചു കരഞ്ഞു. ഉള്ളിൽ നിന്റെ കരച്ചിൽ നിന്നെ ആരെ കാണിക്കേണ്ട പ്രകടന വേണ്ട. നീ കർത്താവിനോട് നീ ഉള്ളു ഉരുകി നീ പറയണം. നീ പാസ്റ്ററെ കാണിക്കാൻ വേണ്ടി നീ പള്ളിയിലൊന്നും പോകണ്ട. പാസ്റ്ററെ കാണിച്ചിട്ട് അവിടെ ചെന്നു അതല്ല സുഹൃത്തെ. ചർച്ചിൽ പോകരുതെന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ നീ നോക്കുന്നത് കർത്താവിനെ നോക്കി പോകണം. അവൻ്റെ പാത പിന്തുടരണം. പാത പിന്തുടരുന്നുണ്ടല്ലോ, നിന്നെ ഐശ്വര്യമായിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാതെ നിന്നെ വിടത്തില്ല ദൈവം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യ, ഈ വചനങ്ങളാലും ഈ എൻ്റെ ടെസ്റ്റ് മണികളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.